ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഉംദത്തുൽ അഹ്കാമിൽ ഇന്ന് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന അധ്യായം ബാബുൽ ഖിറാഅത്തി ഫിസ്സലാഹ്. ബാബു അൽ ഖിറാഅത്തി ഫിസ്സലാഹ്, നിസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം എന്ന അധ്യായമാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒന്നാമതായി കൊടുത്ത ഹദീസ് അൻ ഉബാദത്ത് ബിൻ സാമിറ്റ് رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا صلاة لمن لم يقرأ بفاتحة الكتاب. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ് അഥവാ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല എന്നതാണ് ഈ ഹദീസിലുള്ളത്. ഇവിടെ ലാ സലാത്ത എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ലാ എന്ന് പറയുന്നത് അതൊരു ഭാഷാപരമായ ഒരു ഫായിദയാണ്. ലാ എന്ന് പറയുന്നത് അത് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് നഫ്യുൻ ലിൽ വുജൂദ്, അങ്ങനെ ഒരു വസ്തു തന്നെ ഇല്ല എന്ന് പറയാൻ അറബി ഭാഷയിൽ ലാ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അല്ലെങ്കിൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു പടപ്പും ഒരു സൃഷ്ടാവും ഇല്ല. അവിടെ നഫ്യുൻ ലിൽ വുജൂദാണ്, അങ്ങനെ ഒന്നുമില്ല, അല്ലാഹു മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിനെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അതാണ് അസ്ൽ. ഒരു കാര്യം ലാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് അസ്ൽ. എന്തിനാണ് പണ്ഡിതന്മാർ ഇന്നതാണ് അസ്ൽ എന്ന് പറയുന്നത്? ഇന്നതാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിസ്ഥാനത്തിന് പിന്നീട് അൽ അസ്ൽ ലാ യുഅല്ലൽ എന്നാണ്. അടിസ്ഥാനത്തിന് പിന്നീട് ഒരു കാരണം ചോദിക്കേണ്ടതില്ല, എന്തുകൊണ്ട് അത് അങ്ങനെയായി എന്ന് ചോദിക്കേണ്ടതില്ല. അത് അടിസ്ഥാനം അതാണ്. ഇന്ന കാര്യത്തിന്റെ അടിസ്ഥാനം അതാണെന്ന് പറഞ്ഞാൽ പിന്നീട് അതിന്റെ കാരണം അറിയണം എന്നില്ല. എന്നാൽ ഒരു കാര്യം അസ്ൽ അതാണ്. ഇവിടെ അതാണോ? ഇവിടെ അതല്ല. ഇവിടെ അതല്ല. കാരണം ഇവിടെ ഒരാൾക്ക് വേണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാതെ നിസ്കരിക്കാം. അപ്പം ഒരു വുജൂദ്, നിസ്കാരം എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കണമെങ്കിൽ ഫാത്തിഹ ഇല്ലാതെ ഒരാൾക്ക് നിസ്കരിക്കാം. മറിച്ച് രണ്ടാമത്തെ ലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നഫ്യുൻ ലിസ്സിഹ, അതിന്റെ സിഹത്തിനെ നിഷേധിക്കുക എന്നുള്ള കാര്യമാണ്. അത് ശരിയാവുകയില്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അത് മഖ്ബൂലായിട്ട് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ ആവുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നേരെ അതാണ്, നഫ്യുൻ ലിസ്സിഹയാണത്, അഥവാ നേരെ ആ അമൽ സ്വീകരിക്കുകയില്ല എന്നർത്ഥമാണ്. ഇവിടെ അതാണ് പറയുന്നത്. ഫാത്തിഹ പാരായണം ചെയ്യാതെ നിസ്കാരം അത് ശരിയാവുകയില്ല, അതിന് സിഹത്ത് ശരിയാവുകയില്ല എന്നുള്ളതാണ്. പിന്നീട് നഫ്യുൻ ലിൽ കമാലാണ്, ഒരു കാര്യത്തിന്റെ പൂർത്തീകരണം എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. തന്റെ സഹോദരൻ താൻ ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരന് വേണ്ടി അവൻ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ മുഅ്മിനാവുകയില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമാലാണ്. അതല്ലാതെ ഒരാൾ മുഅ്മിനല്ല, കാഫിറാണ്, അവന്റെ ഈമാൻ ശരിയായിട്ടില്ല എന്നതല്ല, മറിച്ച് അവിടെ കമാലാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ തെളിവുകൾ ഉണ്ടാകും. ഇങ്ങനെയാണ് ശറഇൽ ഏതൊരു ലാ നാഫി, നിഷേധിക്കുന്ന ലായും ഉണ്ടാവുക. ഇവിടെ ഉണ്ടാകുന്നത് അത് സിഹത്തിനെ കുറിച്ചിട്ടാണ്. വുജൂദ് അവിടെ ഉണ്ടാകും, ഒരാൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം, പക്ഷെ സിഹത്തിനെ കുറിച്ചിട്ടാണ്, നിസ്കാരം ശരിയാവുകയില്ല എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലാ സലാത്ത, നിസ്കാരം ഇല്ല എന്നാണ് പറഞ്ഞത്. ലാ സലാത്ത, സലാത്ത് എന്ന് പറയുന്ന വാക്ക് അത് അസ്സല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് വെറും ഒരു സല. അതിന് അറബി ഭാഷയിൽ നക്കിറ എന്ന് പറയും. അതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളും എന്നാണ്. അപ്പൊ നിസ്കാരം എന്ന് പറയുന്ന എല്ലാത്തിനും എന്ത് വേണ്ടതുണ്ട്? ഫാത്തിഹ ആവശ്യമുണ്ട് എന്നതിന് തെളിവായി പണ്ഡിതന്മാർ ഇത് തെളിവ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫർളായ നിസ്കാരമാകട്ടെ, സുന്നത്തായ നിസ്കാരമാകട്ടെ, ജനാസ നിസ്കാരമാകട്ടെ, നിസ്കാരം എന്ന് പറയുന്ന എല്ലാത്തിനും അതിന് ഫാത്തിഹ ആവശ്യമുണ്ട് എന്നതിന് തെളിവായി പണ്ഡിതന്മാർ ഈ ഹദീസ് തെളിവ് പിടിച്ചിട്ടുണ്ട്. ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഇവിടെ ലിമൻ എന്ന് പറഞ്ഞു, ഒരുവന് എന്ന് പറഞ്ഞു. ഇതും വേറൊരു ഭാഷാപരമായ ഫായിദയാണ്. ഇവിടെ മൻ എന്ന് പറയുന്നത് നമ്മൾ ചേർത്തി പറയാൻ വേണ്ടി, ഒരുവൻ എന്ന് പറഞ്ഞ് ചേർത്തി പറയാൻ വേണ്ടി അറബി ഭാഷയിൽ ഇസ്മു മൗസൂൽ എന്ന് പറയും.
അവിടെ എല്ലാ നിസ്കാരക്കാരും ഉൾക്കൊണ്ടു എന്നാണ്. നിസ്കാരക്കാർ 3 തരത്തിലാണ്. ഒന്ന് ഇമാമാണ്, മറ്റൊന്ന് മുൻഫരിദാണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ, പിന്നീട് മഅ്മൂമാണ്, ഇമാമിനെ തുടരുന്നവൻ. അപ്പൊ എല്ലാ നിസ്കാരക്കാർക്കും ഫാത്തിഹ വേണം എന്നതിനും പണ്ഡിതന്മാർ ഈ ഹദീസ് തെളിവാക്കിയിട്ടുണ്ട്. അത് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നുണ്ട്. മഅ്മൂമിങ്ങൾക്ക് ഇമാം ഒച്ചത്തിൽ ഓതുന്ന സമയത്ത് ഫാത്തിഹ വേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. എന്തായാലും പണ്ഡിതന്മാർ ഈ ഒരു ഹദീസ് അവിടെ മൻ അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് അതെല്ലാവരും ജമീഉൽ അഫ്റാദ്, ജമീഉൽ മുസല്ലിൻ, എല്ലാ നിസ്കാരക്കാരും അതിൽ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബ് ആരംഭിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആരംഭിക്കുന്നത് ഒന്നാമത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ആളുകൾ ചോദിച്ചേക്ക്, എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയെ ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയുന്നത്, ആരംഭിച്ചത് എന്ന അർത്ഥത്തിൽ പറയുന്നത്? യഥാർത്ഥത്തിൽ ആരംഭിച്ചത് ഫാത്തിഹ കൊണ്ടല്ലല്ലോ. മുസ്ഹഫിൽ ഫാത്തിഹയാണ്, ശരിയാണ്. പക്ഷെ ഖുർആൻ ആരംഭിച്ചത് അത് ഇഖ്റ ബിസ്മി കൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് എന്ന അർത്ഥത്തിൽ പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ എന്ന് ചോദിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞത്, ഒരു സൂറത്ത് മുഴുവനായി ആദ്യമായി അവതരിച്ചത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഇഖ്റ ബിസ്മി കേവലം 5 ആയത്തുകളാണ് അതിന്റെ ആദ്യത്തിൽ അവതരിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അങ്ങനെയാണ് ഖുർആൻ ഉണ്ടാകുക. അല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ സൂറത്തുൽ ബഖറ ഒരു വഹി ഒന്നാകെ ഇറങ്ങുക, പിന്നെ ആലു ഇമ്രാൻ ഇറങ്ങുക, പിന്നെ നിസാ ഇറങ്ങുക, അങ്ങനെയല്ല. മറിച്ച് ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടാകുന്നത് അപ്പോൾ ആയത്തുകൾ ഇറങ്ങും. പിന്നീട് വഹി വേറെ വരും. ഈ സൂറത്തിൽ ഈ ആയത്ത് ഇന്ന സ്ഥലത്താണ് വേണ്ടത്, അതിന്റെ തർത്തീബ് അത് വേറെ വഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് വന്നിട്ടുള്ളതാണ്. എന്നാൽ ഫാത്തിഹ അത് ഒന്നാകെ ഇറങ്ങിയിട്ടുള്ള സൂറത്ത്. അങ്ങനെ ഇറങ്ങിയ ഒരുപാട് സൂറത്തുകളുണ്ട്, മുഴുവനായി അവതരിച്ചിട്ടുള്ള സൂറത്തുണ്ട്. അങ്ങനെ ഇറങ്ങിയതിൽ ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്നതാണ് പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുള്ളത്. അതിന് ഉമ്മുൽ ഖുർആൻ എന്നും പേരുണ്ട്. സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകൾ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ. അറബി ഭാഷയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാള ഭാഷയിലുമുണ്ട്. അതിന്റെ എല്ലാം കൂടി സമ്മേളിക്കുന്നത് എന്ന് പറയും. അല്ലെ, നമ്മൾ എങ്ങനെ പറയാറുള്ളത്, മദ്യമാണ് തിന്മയുടെ മാതാവ് എന്ന രൂപത്തിലൊക്കെ പറയാറുണ്ട്. എല്ലാ തിന്മകൾക്കും ഈ മദ്യം അല്ലെങ്കിൽ ലഹരി അത് നുകരുന്ന ആളുകളിൽ നിന്നും എല്ലാ തിന്മകളും ഉണ്ടാകും എന്ന അർത്ഥത്തിൽ പറയും. തിന്മയുടെ മാതാവാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാത്തതും അതിലേക്ക് മടങ്ങുമെന്നുള്ള അർത്ഥത്തിലാണ്. മക്കയെ ഉമ്മുൽ ഖുറ എന്നാണ് പറയുന്നത്. എല്ലാ പട്ടണങ്ങളും മക്കയിലേക്ക് മടങ്ങും എന്ന അർത്ഥത്തിലാണ്. അതുപോലെ ഇവിടെ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിന്റെ മുഴുവൻ ആശയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ സമ്മേളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഇല്ലാത്ത പുതിയൊരു ആശയം ഖുർആനിൽ എവിടെയും ഉണ്ടാവുകയില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമായിക്കൊണ്ടായിരിക്കും ബാക്കി ഖുർആനിലുള്ള 113 സൂറത്തുകളും എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീനിൽ ഇതിനൊരു അധ്യായം തന്നെ കൊടുത്ത് ധാരാളമായി സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് അതിന്റെ അസ്റാറുകൾ, അതിന്റെ രഹസ്യങ്ങൾ, അതിന്റെ വിശദീകരണങ്ങളൊക്കെ ദീർഘമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ഒരു ദർസിൽപ്പെട്ട കാര്യമാണ്. നമ്മൾ ആവർത്തിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഫാത്തിഹയുടെ വിശദീകരണം. അത് എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ അത് നമ്മൾ എന്തായാലും പോയി കേൾക്കേണ്ട ഒരു കാര്യമാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സലഫികളായിട്ടുള്ള ആരെങ്കിലും സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം പഠിപ്പിക്കുന്നു എന്ന് കേട്ടാൽ അത് നമ്മളെപ്പോഴും പുതുക്കേണ്ട ദർസുകളിൽപ്പെട്ട ഒരു ദർസാണ്. തൗഹീദ് എന്നും പുതുക്കുന്നത് പോലെ നമുക്ക് വളരെ അത്യാവശ്യമായി ഉപകരിക്കുന്ന, ഈമാനികമായി ഉപകരിക്കുന്ന, നമ്മുടെ അമലുകൾക്ക് വളരെയധികം ഉപകാരമുണ്ടാകുന്ന കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം. കാരണം നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിന് സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ നിസ്കാരം നന്നാകും. നിസ്കാരം നന്നായാൽ അതിനിടയിലുള്ള കാര്യങ്ങളും നന്നാകും. നിസ്കാരം ഒരാൾക്ക് നന്നായി നിസ്കരിച്ചാൽ, ഈമാനോടുകൂടി നിസ്കരിച്ച് പരമാവധി ഖുശൂഅോടെ നിസ്കരിച്ചാൽ അതിനിടയിൽ നിന്നും ആ നിസ്കാരം തീർച്ചയായും അവനെ തിന്മകളിൽ നിന്നും തടയും. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ അത് നന്നായി പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ വിശദീകരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഓതാൻ അറിയാമെന്നല്ലാതെ എന്താണ് ഓതുന്നത് എന്ന് അറിയാത്ത ആളുകളാണ്. എന്താണ് അതിൽ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? ഇതിലൊരുപാട് രഹസ്യങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ തൗഹീദിന്റെ 3 ഇനങ്ങളെ കുറിച്ചും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന തൗഹീദുർ റുബൂബിയ്യ, ഉലൂഹിയ്യ, അസ്മാ വസ്സിഫാത്ത്, ഇതെല്ലാം കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ അമലുസ്സാലിഹാത്തിനെ കുറിച്ച്, സൽക്കർമ്മങ്ങൾ അത് ചെയ്യൽ നിർബന്ധമാണ് എന്ന കാര്യം അറിയിക്കുന്ന കാര്യമുണ്ട്. യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ചു തന്നിട്ടുള്ള നേരായ പാത, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന നസാറാക്കളെയും അതുപോലെയുള്ള ആളുകളുടെയും പാത, അതുപോലെ തന്നെ യഹൂദികളെയും അതുപോലെയുള്ള ആളുകളുടെയും പാത, ഇതൊക്കെ ദലാലത്തിന്റെ പാതകൾ ഏതാണ്, യഥാർത്ഥ മാർഗം ഏതാണ്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ
നമുക്ക് കാണാൻ സാധിക്കും. അതിന് ദീർഘമായി ധാരാളം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ അതിന് ഉമ്മുൽ ഖുർആൻ എന്ന് പറയാൻ കാരണം അതാണ്. അതിൽ ഖുർആനിലുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ആശയ ചുരുക്കം, രത്ന ചുരുക്കമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത് എന്നതുകൊണ്ടാണ്. ഇനി സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഹദീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഫവായിദ് വായിക്കാം. അതിലൊന്നാമത്തേത് ബയാനു ഫദ്ലിൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഫാത്തിഹ ഇല്ലാത്തവൻ നിസ്കാരം ഇല്ല എന്നാണ് പറഞ്ഞത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതുക എന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ അത്രയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നറിയിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അടിമ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് നിർബന്ധമാക്കിയിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും വലിയ ഫദ്ലായിട്ട് തന്നെ അത് മതി. കാരണം നിസ്കാരം അത് അല്ലാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാഹു നിർബന്ധമാക്കിയ അമലുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നിസ്കാരമാണ്. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. ആ നിസ്കാരം ശരിയാകണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ വേണം. സൂറത്തുൽ ഫാത്തിഹയുടെ ഫദ്ലായിട്ട് ഈ ഒരൊറ്റ കാര്യം തന്നെ മതി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം أنه لا تصح الصلاة بدون قراءة الفاتحة سواء كان إماما أو مأموما أو منفردا وذلك للعموم. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാതെ ഇമാമിനാകട്ടെ മഅ്മൂമിനാകട്ടെ ജമാഅത്ത് നിസ്കാരത്തിൽ, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കാകട്ടെ അവരുടെ നിസ്കാരം അതുകൊണ്ട് ശരിയാവുകയില്ല എന്നുള്ളതാണ്. ഒരാൾ ചോദിക്കുകയാണ്, ശരി, ഇമാമിനും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുടെ കാര്യം വളരെ വ്യക്തമാണ്. ഇമാം എന്തായാലും ഫാത്തിഹ ഓതണം, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളും ഫാത്തിഹ ഓതണം. മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം മഅ്മൂം ഇമാമിനെ പിന്തുടരുന്ന ആളല്ലേ, ഇമാമിന്റെ ഫാത്തിഹ തന്നെ മഅ്മൂമിന് പോരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഒരു മറുപടിയായി, ഒരുപാട് മറുപടികൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരു മറുപടിയായി അദ്ദേഹം പറയുന്നത്, നിസ്കാരത്തിലുള്ള മറ്റ് അർക്കാനുകൾ ഇമാമ് ചെയ്താൽ മഅ്മൂമിന് അത് മതിയാവുകയില്ല. കാരണം ഇമാം റുക്കൂ ചെയ്തു എന്നുള്ളത് കൊണ്ട് മഅ്മൂമിന് ആ റുക്കൂ മതിയാവുകയില്ല. ഇമാം സുജൂദ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മഅ്മൂമിന് ആ സുജൂദ് ചെയ്താൽ മതിയാവുകയില്ല. നിസ്കാരത്തിന്റെ വാജിബാത്തുകളും ഒക്കെ അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഇമാം ഫാത്തിഹ ഓതി എന്നുള്ളത് കൊണ്ട് മഅ്മൂമിന് അത് മതിയാവുകയില്ല. നിസ്കാരത്തിന് റുക്കനായ സൂറത്തുൽ ഫാത്തിഹ അത് മഅ്മൂമും പാരായണം ചെയ്യേണ്ടതുണ്ട് എന്ന രൂപത്തിൽ ഒരു മറുപടി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി വേറെയും, അഥവാ ഇത് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇമാം ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരത്തിൽ ഫാത്തിഹ ഓതേണ്ടതുണ്ടോ വേണ്ടേ എന്നുള്ളത്. ഇമാം ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരത്തിൽ വേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇമാമിന് ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മൾ ആമീൻ പറയുന്നുണ്ട്, മഅ്മൂമിങ്ങൾ ആമീൻ പറയുന്നുണ്ട്. അത് മഅ്മൂമിങ്ങളും അത് പാരായണം ചെയ്തു എന്നതിന് തെളിവാണ് എന്നുള്ളതാണ്. അതിന് തെളിവായിട്ട് ഖുർആനിൽ സൂറത്തു യൂനിസിൽ മൂസ അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമും രണ്ടുപേരും കൂടി നടത്തുന്ന ഒരു ആമീനെ കുറിച്ചിട്ട്, ദുആനെ കുറിച്ചിട്ട്, രണ്ടുപേരും കൂടി ചെയ്യുന്ന ഒരു ദുആയെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ. നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ ഞാൻ അതിന് ഉത്തരം നൽകിയിരിക്കുന്നു, നിങ്ങൾ നേരെ ചൊവ്വ നിലനിൽക്കണം, ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണ് ദുആ ചെയ്തിട്ടുള്ളത്. ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ ആമീൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും. അതിന് തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ വഖാല മൂസ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ. റബ്ബേ, ഫിർഔനിനും അവന്റെ കൂടെയുള്ള ആളുകൾക്കും നീ ദുനിയാവിലുള്ള ഒരുപാട് സുഖ സൗകര്യങ്ങൾ, സമ്പത്ത് ഇത് നീ അവർക്ക് നൽകിയിട്ടുണ്ട്. റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്. റബ്ബേ, അവർ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ മാർഗത്തിൽ നിന്നും ആളുകളെ വഴിതെറ്റിക്കുകയാണ്. റബ്ബന തുമിസ് അലാ അംവാലിഹിം. അതുകൊണ്ട് റബ്ബേ, അവരിൽ നിന്നും ഈ സമ്പത്തൊക്കെ നീ തുടച്ചു നീക്കണമേ. വസ്തുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനു ഹത്താ യറൗൽ അസാബൽ അലീം. അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം കൊടുക്കണം. ശക്തമായ ശിക്ഷ വന്നിറങ്ങുമ്പോഴല്ലാതെ അവർക്ക് വിശ്വസിക്കാൻ തോന്നരുത്. കാരണം അത്രയും വലിയ ഫസാദുള്ള ആളുകളായതുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ രൂപത്തിൽ പ്രാർത്ഥിച്ചു. അപ്പൊ ഇത് മൂസ അലൈഹിസ്സലാം മാത്രം പറഞ്ഞു എന്നാണുള്ളത്, വഖാല മൂസ. പക്ഷെ അല്ലാഹു തആല എന്താണ് അതിന് മറുപടി പറഞ്ഞത്? ഖദ് ഉജീബ ദഅവതുകുമാ. രണ്ട് മുസന്നയുടെ ദ്വിവചനത്തിന്റെ പ്രയോഗമാണ് അല്ലാഹു തആല പറഞ്ഞത്. അഥവാ നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതിന് വിശദീകരണം, മൂസ അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോൾ ഹാറൂൻ ആമീൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ആമീൻ പറയുന്ന ആളുകൾക്ക് അത് പറഞ്ഞതിന്റെ ഹുക്കുമുണ്ട് എന്നാണ്. ഉദാഹരണത്തിന് ഞാൻ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നിങ്ങളെല്ലാവരും ആമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അത് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങളെല്ലാവരും അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ എന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും അതിൽ ഉൾക്കൊള്ളും.
എന്നാണ്. അപ്പോൾ നമുക്ക് നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവിനോട് സിറാത്തൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ, അങ്ങനെ നമ്മൾ ദുആ ചെയ്തിട്ട് ആമീൻ പറഞ്ഞാൽ മഅ്മൂമിങ്ങൾ എല്ലാവരും തന്നെ അത് പറഞ്ഞു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇതിന് മറുപടിയായിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, ആദ്യമായി ഇത് ജഹരിയായ ഇമാം ഒച്ചത്തിലോതുന്ന നിസ്കാരത്തിൽ അത് ശരിയാകുമെങ്കിലും ഇമാം പതുക്കെ ഒന്ന് നിസ്കാരത്തിൽ എന്തായാലും ശരിയാവുകയില്ല. കാരണം അവിടെ ആരും ആമീൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ളുഹറിനും അസറിനും അതുപോലെയുള്ള മറ്റ് പതുക്കെ നിസ്കരിക്കുന്ന മറ്റ് നിസ്കാരങ്ങളിലൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സൂറത്തുൽ ഫാത്തിഹ എന്തായാലും ഓതേണ്ടതുണ്ട്. ഇനി ഒച്ചത്തിൽ ഓതി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? ഫാത്തിഹ ഇത് തന്നെ മതിയാകുന്നു എന്ന് പറയാത്തതിന്റെ കാരണം വേറൊരു ഹദീസ് വന്നിട്ടുണ്ട്. ഇത് ഉമൂമായിട്ട് മൊത്തത്തിൽ വന്ന കാര്യമാണ് എങ്കിലും വേറൊരു ഹദീസിൽ കൃത്യമായി വന്നിട്ടുണ്ട്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും മിൻകും മിൻ അഹദിൻ യഖറഉ ശൈഅൻ മിനൽ ഖുർആനി ഇദാ ജഹർതു ബിൽ ഖിറാഅ, ഞാൻ ഇങ്ങനെ ഒച്ചത്തിൽ പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അതിന്റെ കൂടെ ഓതുന്നുണ്ടോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖുൽനാ നഅം യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ അതെ ഞങ്ങൾ അങ്ങനെ ഓതുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, വഅന അഖൂൽ മാലി ഉനാസഉൽ ഖുർആൻ, ഞാൻ വിചാരിക്കുകയാണ് എന്താണ് എന്റെ കൂടെ ആരാണ് ഖുർആനുമായി ഇങ്ങനെ മത്സരിക്കുന്നത്, എനിക്ക് ഖുർആൻ ഓതുന്ന സമയത്ത് അതിൽ നിന്നും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് ഞാൻ ഇങ്ങനെ തന്നെ പറയുകയായിരുന്നു. ഫലാ യഖറഅന അഹദും മിൻകും ശൈഅൻ മിനൽ ഖുർആൻ ഇദാ ജഹർതു ബിൽ ഖിറാഅത ഇല്ലാ ബി ഉമ്മിൽ ഖുർആൻ, അതുകൊണ്ട് ഞാൻ ഇനി ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരും ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, ഇല്ലാ ബി ഉമ്മിൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ ഒഴികെ, ഫാത്തിഹ ഒഴികെ എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ മുഹ്കമായിട്ട്, അഥവാ മഅ്മൂമിങ്ങളോട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മഅ്മൂമിങ്ങളോട് വളരെ കൃത്യമായിട്ട് തന്നെ പറയുകയാണ്, മഅ്മൂമിങ്ങളോട് തിരിഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫാത്തിഹ ഒഴികെ മറ്റൊന്നും ഓതരുത് എന്ന് വളരെ വ്യക്തമായി ഇത് വന്നതിനാൽ അത് ഒരു മുഖയ്യദായ തെളിവാണ്, പ്രത്യേകമാക്കിയിട്ടുള്ള തെളിവാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള വലിയ വലിയ മുജ്തഹിദുകളായ പല പണ്ഡിതന്മാരും അവർ ഫാത്തിഹ ഉച്ചത്തിൽ ഓതുന്ന സമയത്ത് ഓതേണ്ടതില്ല എന്ന അഭിപ്രായക്കാരൻ, ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചില ഹദീസ് ഉണ്ട്, എന്താണ് അത്? ഖിറാഅത്തുൽ ഇമാമിന്റെ ഖിറാഅത്ത് അത് മഅ്മൂമിങ്ങൾക്ക് തന്നെ മതിയായതാണ് എന്ന ഹദീസുണ്ട്. പക്ഷെ ആ ഹദീസ് അത് ദഈഫായ ഹദീസാണ്. അത് സഹീഹായി വന്നിട്ടുണ്ട് എങ്കിൽ അത് തന്നെ നമുക്ക് മതിയാകുമായിരുന്നു. അതല്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ കേട്ട ഹദീസ് അതിൽ വല്ല ദുർബലതയും ഉണ്ടായിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഒച്ചത്തിൽ ഓതുന്ന സമയത്ത് മഅ്മൂമിങ്ങൾക്ക് ഓതേണ്ടതില്ല എന്ന ഹദീസ് അത് തന്നെ മതിയാകുമായിരുന്നു എന്നുള്ളതാണ്. ഇനി ചില ആളുകൾ ചോദിച്ചേക്കാം, അബൂബക്ര റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, റുക്കൂയിലേക്ക് പോയപ്പോൾ അവർ ഓടി വരികയും പെട്ടെന്ന് തന്നെ സഫിലേക്ക് ചേരാതെ പുറകിൽ ഒരു സഫിൽ നിന്ന് തക്ബീർ ചൊല്ലി നേരെ റുക്കൂയിലേക്ക് പോകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അയ്യുക്കുമുല്ലദീ ഫഅല ഹാദാ, നിങ്ങൾ ആരാണ് ഇങ്ങനെ ചെയ്തത് എന്ന കാര്യം ചോദിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്നയാളാണ് എന്ന് കാണിക്കപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു, സാദക്കല്ലാഹു ഹിർസൻ, ജമാഅത്ത് കിട്ടണം എന്നുള്ള നിങ്ങളുടെ ആ താല്പര്യം അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ, വലാ തഉദ്, പക്ഷെ ഇതുപോലെയുള്ള കാര്യം നിങ്ങളിനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ ഇവർ രണ്ടുപേർക്കും ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയിരുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയാണ്? അവരുടെ നിസ്കാരം അത് അനുവദിച്ചു കൊടുക്കുകയാണ്. അവരുടെ നിസ്കാരം മാറ്റി നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞതുപോലെ ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മടക്കി നിസ്കരിക്കണം, നീ നിസ്കാരം ശരിയായിട്ടില്ല, അല്ല നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഇതിനെ ആവർത്തിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഇതിൽ നിന്നും ഫാത്തിഹ ഓതാതെ തന്നെ നിസ്കാരം ശരിയായല്ലോ, അപ്പൊ ഫാത്തിഹ ഓതേണ്ടതില്ലല്ലോ എന്ന അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് ഇത് പ്രത്യേക സന്ദർഭങ്ങൾ വന്നതാണ്. കാരണം നസ്സിൽ ഉമൂമായിട്ട് മൊത്തത്തിൽ വന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും, അതുപോലെ പ്രത്യേകമായി വന്നിട്ടുള്ള കാര്യമുണ്ട്. അപ്പൊ ഇത് പ്രത്യേകമായി വന്നിട്ടുള്ള കാര്യമാണ്. അഥവാ ഒരാൾക്ക് ഇമാമിനോടൊപ്പം നിന്ന് ഫാത്തിഹ ഓതാൻ സാധിക്കുന്ന സമയം കിട്ടിയിട്ടില്ല എങ്കിൽ, കാരണം ഫാത്തിഹ എന്നുള്ളത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്, അതിനൊരാൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആ സമയത്ത് അയാൾക്ക് ഫാത്തിഹ ഓതേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ രണ്ട് സന്ദർഭങ്ങൾ വരാം. ഒന്നുകിൽ ഇതുപോലെ നമ്മൾ എത്തുന്ന സമയത്ത് ഇമാം റുക്കൂയിലേക്ക് പോയി അല്ലാഹു അക്ബർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരെ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം നിന്നുകൊണ്ട് പറഞ്ഞിട്ട് പിന്നീട് വേണമെങ്കിൽ ഒരു അല്ലാഹു അക്ബർ കൂടി പറഞ്ഞ് റുക്കൂയിലേക്ക് പോകാം, അതാണ് അഫ്ളൽ. അങ്ങനെ ചെയ്താൽ
അവൻ ആ റുക്കു പൂർണ്ണമായി കിട്ടിയെന്ന് ഉറപ്പ് കിട്ടിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ റക്കായത്ത് കിട്ടി. സൂറത്തുൽ ഫാത്തിഹ ആ റക്കായത്തിൽ പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ പോലും. ഇനി രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുമ്പോഴേക്കും ഇമാം ഒരുപക്ഷെ അവസാന ആയത്തിലായിരിക്കാം. ഇമാം ആ ആയത്തും പാരായണം ചെയ്ത് ഇമാം റുക്കുവിലേക്ക് പോയാൽ ആ സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇമാമിനോടൊപ്പം നിന്നിട്ട് ഇമാമിനെ ഫാത്തിഹ ഓതി പിന്തുടരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ സമയത്തും നമ്മൾ ഫാത്തിഹ ഓതേണ്ടതില്ല. ആ സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, റുക്കുവിലേക്ക് ചെയ്യാം. റുക്കു ചെയ്താൽ നമുക്ക് ആ ഫാത്തിഹ ലഭിക്കുമെന്നുള്ളതാണ്. ഇത് ഇങ്ങനെ പ്രത്യേകമായി വന്നിട്ടുള്ള കാര്യമാണ്. അഥവാ നിന്നുകൊണ്ട് ഇമാമിനെ പിന്തുടരാൻ പറ്റാത്ത സന്ദർഭത്തിൽ മാത്രമാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടതില്ല, നിർബന്ധമില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം കഴിഞ്ഞ ഹദീസിൽ വളരെ വ്യക്തമായി വന്നു. അതുപോലെ നമ്മളിപ്പോൾ വിശദീകരിക്കുന്ന ഈ ഹദീസിലും വ്യക്തമായി വന്നു, ലാ സലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അത് ഇമാമിനും മഅ്മൂമിനും അതുപോലെ മുൻഫരിദിനും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കും നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇനി സൂറത്തുൽ ഫാത്തിഹ എല്ലാ റക്കായത്തിലും നിസ്കരിക്കേണ്ടതുണ്ട്, എല്ലാ റക്കായത്തിലും ചൊല്ലേണ്ടതുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു റക്കായത്തിൽ മാത്രം പോരാ, എല്ലാ റക്കായത്തിലും വേണം. ഈ ഒരൊറ്റ ഹദീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ, ലാ സലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന് മാത്രം ഹദീസാണ് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഏതെങ്കിലും ഒരു റക്കായത്തിൽ ഓതിയാൽ തന്നെ മതിയാകുമായിരുന്നു. കാരണം ഒരു ഫാത്തിഹയെ കുറിച്ചിട്ടേ അവിടെ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണത്? കഴിഞ്ഞ ഹദീസിൽ നിസ്കാരം മോശമാക്കിയ വ്യക്തിയോട് നിസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, ഫാത്തിഹ ഓതേണ്ട കാര്യം, ഇതൊക്കെ ഓതേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞത് എന്താണ്? വഫ്അൽ ദാലിക ഫീ സ്വലാതിക കുല്ലിഹ, നിന്റെ എല്ലാ നിസ്കാരത്തിലും, അത് നിസ്കാരം ഉടനീളം അടുത്ത റക്കായത്തിലും ഒക്കെ നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റക്കായത്തിലും സൂറത്തുൽ ഫാത്തിഹ റുക്കിന് തന്നെയാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ചില പണ്ഡിതന്മാർ അത് വാജിബാണ്, റുക്കിനില്ല എന്ന അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ അത് ഓതൽ വാജിബില്ല, റുക്കിനില്ല, വാജിബാണ് എന്ന അഭിപ്രായമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറ്റവും ശരിയായി മനസ്സിലാക്കുന്നത് വല്ലാഹു അലം, ഇമാം ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരത്തിലാണ് എങ്കിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. ഇനി ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ മാത്രം, അഥവാ നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് തന്നെ ഇമാം റുക്കുവിലേക്ക് പോകുകയോ അങ്ങനെയോ മറ്റോ ചെയ്താൽ അവിടെ നമ്മൾ ഫാത്തിഹ പൂർത്തീകരിക്കേണ്ടതില്ല. അവിടെ ചില ആളുകൾക്ക് പറ്റുന്ന തെറ്റ്, അവർ ഫാത്തിഹ പൂർത്തീകരിക്കാൻ നിൽക്കും. അപ്പോഴേക്കും ഇമാം റുക്കുവിൽ നിന്നും എഴുന്നേറ്റിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ ആ റക്കായത്ത് നമുക്ക് ലഭിക്കണം എങ്കിൽ നമ്മൾ ഇമാമിനോടൊപ്പം തന്നെ യഖീനോടുകൂടി റുക്കുവിൽ ചേരേണ്ടതുണ്ട്. അതല്ലാതെ ഇമാം എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ റുക്കുവിലേക്ക് പോയാൽ നമുക്ക് ആ റക്കായത്ത് ലഭിക്കുകയില്ല എന്ന കാര്യം വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അതുപോലെ ഫാത്തിഹ പൂർത്തിയാക്കി നിന്നുകൊണ്ട് തന്നെ പൂർത്തിയാക്കണം. അതല്ലാതെ നമ്മളിങ്ങനെ റുക്കുവിലേക്ക് പോകുന്ന വഴി അവസാനത്തെ ആയത്തൊന്നും ഓതിയാൽ പോരാ. പൂർണ്ണമായ ഫാത്തിഹ അത് നിന്നുകൊണ്ട് തന്നെ ഓതേണ്ടതുണ്ട് എന്ന കാര്യം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി പകുതി വെച്ചാണ് എങ്കിൽ നമുക്ക് അറിയാം ഇമാം ഒരുപാട് നേരം റുക്കുവിൽ പോകുമെന്ന് നമുക്ക് ഇമാമിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട് എങ്കിൽ നമ്മൾ വേഗം ഫാത്തിഹ പൂർത്തിയാക്കുക. ഉദാഹരണത്തിന് പകുതി നമ്മൾ ഫാത്തിഹ എത്തിയിട്ടുണ്ട്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എത്തുമ്പോഴേക്കും ഇമാം റുക്കുവിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഇമാമിനെ അറിയാമെങ്കിൽ നമ്മൾ വേഗം അത് പൂർത്തിയാക്കുക. അതല്ല എങ്കിൽ നമ്മൾ ആ ഫാത്തിഹ അവിടെ വെച്ചിട്ട് വേഗം ഇമാമിനോടൊപ്പം റുക്കുവിലേക്ക് പൂർത്തിയാക്കിയാൽ മതി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ ജനാസ നിസ്കാരത്തിനും ഫാത്തിഹ വേണം എന്നതിന് ഈ ഹദീസ് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ വേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ജനാസ നിസ്കാരത്തിന്റെ അസ്ൽ ദുആ ചെയ്യലാണ്, അതുകൊണ്ട് ഫാത്തിഹ നിർബന്ധമില്ല എന്ന അഭിപ്രായം പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞ ലാ സലാത്ത എന്ന വാക്കുകൊണ്ട് അതിലെല്ലാ നിസ്കാരം ഉൾക്കൊണ്ടു. അതുകൊണ്ട് ജനാസ നിസ്കാരത്തിലാണ് എങ്കിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ലിമൻ ലം യഖ്റ, ആ വാക്കിൽ നിന്ന് പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ പാരായണം ചെയ്യാത്തവൻ എന്നുള്ളതാണ്. അപ്പോൾ ഖിറാഅത്ത് അത്യാവശ്യമാണ്. ഖിറാഅത്ത് എന്നുള്ള കാര്യം ഭാഷയിൽ സാധൂകരിക്കണമെങ്കിൽ അത് നാവ് ചലിപ്പിച്ചാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ഒരാൾ നാവ് ചലിപ്പിക്കാതെ മനസ്സിൽ സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ ചിന്തിച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും, അല്ലെ? നമുക്ക് നാവ് ചലിപ്പിക്കാതെ തന്നെ ഒന്ന് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ഒരാൾ മനസ്സിൽ മാത്രം പറഞ്ഞു, നാവൊന്നും ചലിക്കുന്നില്ല എങ്കിൽ അത് ഫാത്തിഹ ശരിയാവുകയില്ല. നമ്മൾ ഖുർആൻ സാധാരണ പാരായണം ചെയ്താൽ പോലും അതിന് കൂലി ലഭിക്കുകയില്ല. കാരണം ഖിറാഅത്തുൽ ഖുർആനിനാണ് പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതല്ലാതെ ഖുർആൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചെയ്യുന്നതിനല്ല. അതുകൊണ്ട് ലഫ്ള് നമ്മൾ എന്ത് ചെയ്യണം, നാവ് ചലിപ്പിക്കണം. എന്നാൽ നാവ് ചലിപ്പിച്ചുകൊണ്ട് അത് ചെവിയിലേക്ക് കേൾപ്പിക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നു അതിന് പ്രത്യേകിച്ച് അങ്ങനെ തെളിവ് വന്നിട്ടില്ല. കാരണം അത് ഖിറാഅത്തിന്റെ സിയാദത്താണ്, ഖിറാഅത്തിൽ നിന്നും കൂട്ടിയിട്ടുള്ള കാര്യമാണ്. ചില മദ്ഹബിൽ അങ്ങനെ അഭിപ്രായമുണ്ട്, നമ്മൾ തന്നെ കേൾക്കണം എന്നുണ്ട്. എന്നാൽ അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല, ഖിറാഅത്ത് ശരിയാവാൻ നിബന്ധനയുള്ളൊരു കാര്യമല്ല. മറിച്ച് ഖിറാഅത്ത് ചെയ്യുക, നമ്മൾ നാവ് ചലിപ്പിക്കുക. നമുക്കത് കേൾക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും നമ്മൾ നാവ് ചലിപ്പിക്കുക എന്നുള്ളതാണ്.
ഇനി ഖിറാഅത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂറത്തുൽ ഫാത്തിഹയിലുള്ള മുഴുവൻ അക്ഷരങ്ങൾ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. ഖുർആനിലെ എല്ലാ അക്ഷരങ്ങളും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ ലാ സലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹത്തിൽ കിതാബ് പാരായണം ചെയ്യാത്ത നിസ്കാരമില്ല എന്ന് പറയുമ്പോൾ ഫാത്തിഹത്തിൽ കിതാബ് അത് മുഴുവനായി പാരായണം ചെയ്യേണ്ടതുണ്ട്. അതിലൊരു ഹർഫും ഒരാൾക്കും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ ആളുകൾ പൊതുവെ ധരിക്കും ശരി നമ്മൾ ഹർഫ് നഷ്ടപ്പെടുത്താറില്ല. പക്ഷെ പലർക്കും വരുന്ന ഒരു അബദ്ധത്തിൽപ്പെട്ടതാണ് ഫാത്തിഹയിലുള്ള തശ്ദീദുകൾ, ഷദ്ദുള്ള അക്ഷരങ്ങളിൽ അത് ചിലപ്പോൾ തെറ്റിപ്പോകും. ഉദാഹരണത്തിന് ഒരാൾ പാരായണം ചെയ്യുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബി എന്നുള്ള ബാക്ക് ഷദ്ദില്ലാതെ റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്താൽ അതിൽ ഫാത്തിഹയിലുള്ള ഒരു ഹർഫാണ് കളഞ്ഞിട്ടുള്ളത്. ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമെന്നാണ്. കാരണം ഫാത്തിഹ ബാത്തിലായ നിസ്കാരം ബാത്തിലാകും. ഒരു ഹർഫ് പോയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആ ബാക്കി ഷദ്ദുണ്ട്. അപ്പൊ എവിടെയൊക്കെ ഷദ്ദുണ്ടോ ഫാത്തിഹയിൽ അത് ശ്രദ്ധിക്കണം. അത് നഷ്ടപ്പെടുത്തിയാൽ ഒരു ഹർഫ് പോയി എന്നാണ്. അപ്പൊ ഖുർആനിൽ അറബി ഭാഷയിൽ ഷദ്ദിടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അതേ ജിൻസിൽപ്പെട്ട 2 അക്ഷരം ഉണ്ട് എന്നാണ്. ബ എന്ന് പറഞ്ഞാൽ അത് 2 ബാ ഉണ്ട് അവിടെ, ത എന്ന് പറഞ്ഞാൽ 2 താ ഉണ്ട്. അപ്പൊ അത് ഒരു ഹർഫ് നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന് വരും. അങ്ങനെ വന്നാൽ സൂറത്തുൽ ഫാത്തിഹ അത് ബാത്തിലായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ആളുകൾ അത് ശ്രദ്ധിക്കാതെ, ചില ആളുകൾക്ക് നാവിനോ മറ്റോ പ്രശ്നം ഉണ്ടായാൽ അവൻക്ക് ഉദുർ കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷെ ഒരു പ്രശ്നവുമില്ലാതെ അതിനെക്കുറിച്ച് പഠിക്കാതെ ചിന്തിക്കാതെ ഫാത്തിഹയിൽ അതിൽ മോശം വരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമുള്ള കാര്യമാണ്. ഇനി ഹറക്കത്തുകൾ തെറ്റിച്ചാലോ? ഫാത്തിഹയിൽ ഹറക്കത്തുകൾ ഉണ്ടാകും. ആ ഹറക്കത്തുകൾ തെറ്റിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് ഹറക്കത്തുകൾ തെറ്റിച്ചാൽ അത് 2 രൂപത്തിലാണ്. മഅനക്ക് വലിയ കാര്യമായ മാറ്റമാണ് അവിടെ ഉണ്ടാക്കുന്നത് എങ്കിൽ ആ ഹറക്കത്ത് കൊണ്ട് തന്നെ, അഥവാ ഫത്ഹ് കസ്ർ ദമ്മ് പോലെയുള്ള ഹറക്കത്തുകൾ കൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലായി പോകും. എന്നാൽ കാര്യമായ അർത്ഥവ്യത്യാസങ്ങൾ ആ ഹറക്കത്ത് കൊണ്ട് ഉണ്ടായിട്ടില്ല എങ്കിലോ നിസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷെ കറാഹത്താണ്. അങ്ങനെയുള്ള ഖിറാഅത്ത് കറാഹത്തായ കാര്യമാണ്, ഒഴിവാക്കേണ്ട കാര്യമാണ്. ഏതുപോലെ ഒരാൾ അൽഹംദു എന്ന് ഓതേണ്ടതിന് പകരം അൽഹംദ എന്ന് ഓതി എന്ന് വിചാരിക്കുക. അവിടെ കാര്യമായ അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നില്ല. അൽഹംദു എന്ന വാക്കിന് ദമ്മത്ത് കൊടുക്കുന്നതിന് പകരം ഒരാൾ ഫത്ഹ കൊടുത്താൽ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരാൾ പാരായണം ചെയ്താൽ നിസ്കാരം ശരിയാകും, ഫാത്തിഹയും ശരിയാകും. പക്ഷെ അത് പാടില്ല, അവൻ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരാൾ സിറാത്തൽ ലദീന അൻഅംതു എന്ന് പാരായണം ചെയ്താലോ അർത്ഥത്തിൽ തന്നെ വ്യത്യാസം വന്നു. അൻഅംത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിച്ച എന്ന് അല്ലാഹു തആലയോട് പറയലാണ്. അൻഅംതു എന്ന് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹിച്ച എന്നായി. ഞാൻ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. നമ്മൾ ആരാണ് അനുഗ്രഹിക്കാൻ? വലിയ മാറ്റമാണ് വന്നത്. ഫായിൽ മാറിപ്പോയി, ചെയ്യുന്ന ആള് മാറിപ്പോയി. വലിയ തെറ്റാണ് അർത്ഥത്തിൽ വരുന്നത്. അങ്ങനെയുള്ള തെറ്റുകൾ വന്നാൽ ആ ഹറക്കത്ത് കൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലായി പോകും. ഇയ്യാക്ക എന്നുള്ളത് ഇയ്യാക്കി എന്നായാൽ അതൊക്കെ ആ ഗണത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഹറക്കത്തുകളും അതും തെറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ വീട്ടിലെ ആളുകൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? വലിയ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ വയസ്സായ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓതിയാട്ടെ, എന്നിട്ട് അതൊന്ന് കൃത്യമായി ശരിയാക്കി കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് ഫാത്തിഹയുടെ കമാൽ അത് പൂർണ്ണമായ രൂപത്തിൽ അതിന്റെ തജ്വീദുകൾ, അതിന്റെ തഫ്ഹീമും അതിന്റെ സിഫാത്തുകളൊക്കെ ഒരുമിപ്പിച്ച് ഓതിക്കൊള്ളാൻ പറ്റണമെന്നില്ല. അതൊക്കെ അതിന്റെ പൂർണ്ണതയാണ്. പക്ഷെ ഇങ്ങനെയുള്ള വലിയ ഗുരുതരമായ തെറ്റുകൾ ഉണ്ട് എങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകുന്ന കാര്യമാണ്. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ ഉദുർ കിട്ടുമോ നമുക്ക് അറിയുകയില്ല. കാരണം നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഫാത്തിഹയുടെ പാരായണം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് പഠിക്കുന്നതിൽ വീഴ്ച വരുത്താൻ നമ്മൾ ഒരിക്കലും പാടില്ല. ഖുർആനിലെ മുഴുവനും നമ്മൾ കൃത്യമായി ഹക്ക് കൊടുത്ത് പാരായണം ചെയ്യേണ്ടതുണ്ട്. അതിന്റെ തജ്വീദ് നന്നാക്കേണ്ടതുണ്ട്. എന്നാൽ ഫാത്തിഹയുടെ കാര്യം അത് നിസ്കാരവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ലാ സലാത്ത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനാൽ ഫാത്തിഹയെ കുറിച്ചിട്ട് കൃത്യമായി അതിന്റെ ഹർഫുകളും ഹറക്കത്തുകളും പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അത് അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ അങ്ങനെ അവസരം ഉണ്ടായിട്ടും അത് പഠിക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ വലിയ നന്ദി കേടാണ് അല്ലാഹു തആലയോട് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസ് അൻ അബി ഖതാദത റളിയല്ലാഹു അൻഹു ഖാല كان النبي صلى الله عليه وسلم يقرأ في الركعتين الأوليين من صلاة الظهر بفاتحة الكتاب وسورتين يطول في الأولى ويقصر في الثانية ويسمع الآية أحيانا وكان يقرأ في العصر بفاتحة الكتاب وسورتين وكان يطول في الأولى وكان يطول في الركعة الأولى من صلاة الصبح ويقصر في الثانية وفي الركعتين الأخريين بأم الكتاب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഓതുന്ന ഖിറാഅത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് അറിയിക്കുന്ന ഒരു ഹദീസാണിത്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. നമ്മൾ പറഞ്ഞു കാന ഉപയോഗിച്ചാൽ പൊതുവെ അത്
അതൊരു ശൈലിയായിരുന്നു, സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന അർത്ഥമാണ്. യഖ്റഉ ഫി റകഅത്തൈനി ഊലയൈനി മിനൽ ദുഹ്രി ബിഫാത്തിഹത്തിൽ കിതാബ്, ളുഹറിന്റെ ആദ്യത്തെ 2 റക്അത്തിലും ഫാത്തിഹത്തിൽ കിതാബും വസൂറത്തൈൻ, ഓരോ റക്അത്തിലും ഓരോ സൂറത്തും പാരായണം ചെയ്യുമായിരുന്നു. യുതവ്വിലു ഫിൽ ഊല, ഒന്നാമത്തെ റക്അത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ ഓതുന്ന സൂറത്ത്, ഇത് രണ്ടിനും സാധ്യതയുണ്ട്. ഒന്നാമത് ഓതുന്ന സൂറത്തുമാകാം, ഒന്നാമത്തെ റക്അത്ത് മുഴുവനുമാകാം. അതാ ഒന്നാമത്തെ റക്അത്തിന്റെ റുക്കുവും ഒന്നാമത്തെ റക്അത്തിന്റെ സുജൂദും അങ്ങനെയും ആവാം. ഇത് ദൈർഘ്യം ഉണ്ടാകുമായിരുന്നു. വയുഖസ്സിറു ഫിസ്സാനിയ, രണ്ടാമത്തത് ചുരുക്കുമായിരുന്നു എന്ന് കാണാം. വയുസ്മിഉൽ ആയത അഹ്യാനൻ, ഉച്ചത്തിൽ ഓതാത്ത നിസ്കാരങ്ങളാണ്, അത് ളുഹറും അസറും. ഈ നിസ്കാരത്തിൽ ളുഹറിൽ പ്രത്യേകിച്ച് ഹദീസിൽ വന്നത് ഇടക്കൊക്കെ പാരായണം ചെയ്യുന്നത് മഅ്മൂമിങ്ങളെ കേൾപ്പിക്കുമായിരുന്നു എന്നാണ്. പല സ്ഥലത്തും അത് തീരെ ഇന്ന് ഇല്ലാത്തൊരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുള്ള കാര്യമാണ്. വല്ലപ്പോഴും അങ്ങനെ ഇമാം നിൽക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാം. ഓതുന്ന സൂറത്ത് ഏതാണെങ്കിലും അതിലുള്ള ചില ആയത്തുകളോ ചില ഭാഗങ്ങളോ ഇടക്ക് ളുഹർ നിസ്കാരത്തിലും ഓതി കേൾപ്പിക്കാം, മഅ്മൂമിങ്ങൾ ഓതി കേൾപ്പിക്കാം. അത് സുന്നത്തായ കാര്യമാണ്. വകാന യഖറഉ ഫിൽ അസ്രി ബിഫാത്തിഹത്തിൽ കിതാബ് വസൂറത്തിൻ, അതേ കാര്യം അസറിന്റെ കാര്യത്തിലും പറഞ്ഞു. അസറിലും ഫാത്തിഹയും ആദ്യത്തെ ഈ 2 റക്അത്തുകളിൽ ഒപ്പം സൂറത്തും ഓതാറുണ്ട്. ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതണം എന്നുള്ളതിന് ഏറ്റവും ഖണ്ഡിതമായ തെളിവാണ് ഈ ഹദീസ്. വകാന യുതവ്വിലു ഫിൽ ഊല, അതിലും അങ്ങനെ തന്നെ പറഞ്ഞു. ഒന്നാമത്തേതിൽ ദൈർഘ്യം ഉണ്ടാകുമായിരുന്നു, അതിൽ നിന്നും രണ്ടാമത്തത് അതിൽ നിന്നും അല്പം ദൈർഘ്യം കുറവായിരുന്നു. വകാന യുതവ്വിലു ഫിൽ റക്അത്തിൽ ഊല മിൻ സ്വലാത്തി സുബ്ഹ്, സുബ്ഹി നിസ്കാരത്തിലും അങ്ങനെ തന്നെ ഒന്നാമത്തെ റക്അത്തിന്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. വയുഖസ്സിറു ഫിസ്സാനിയ, രണ്ടാമത്തതിൽ അത് ചുരുക്കുമായിരുന്നു. വഫി റക്അത്തൈനിൽ ഉഖ്റൈനി ബി ഉമ്മിൽ കിതാബ്, അത് 4 റക്അത്തുള്ള നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതാണ്. അതിലെ അവസാനത്തെ 2 റക്അത്തുകളിൽ ബി ഉമ്മിൽ കിതാബ്, ഫാത്തിഹ മാത്രമായിരുന്നു പാരായണം ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ 2 റക്അത്തിലും സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ളത്. ഇതിന്റെ ഹുക്മ് എന്ന് പറയുന്നത് മുസ്തഹബായ കാര്യമാണ്, അഥവാ നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ്. ഒരാൾ മനഃപൂർവ്വം സൂറത്ത് പാരായണം ചെയ്തിട്ടില്ല എങ്കിലും അയാളുടെ നിസ്കാരം ബാത്തിലാവുകയില്ല. കാരണം സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ള നിസ്കാരത്തിന്റെ റുക്കിനിലോ വാജിബിലോ വരുന്ന കാര്യമല്ല, മറിച്ച് സുന്നത്തായ കാര്യമാണ്. ഈ വിഷയത്തിൽ ഏകദേശം ഇജ്മാ ഉള്ള കാര്യമാണ്. ഇനി അതിന്റെ ദൈർഘ്യം അതിനെക്കുറിച്ചും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്ന അത്രയും അല്ല രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടത്, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ കൂടുതൽ ഓതുക എന്നുള്ളത് അത് ഖിലാഫു സുന്നയാണ്. ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ റക്അത്തിൽ അല്പം കൂടുതൽ ഓതുക, അല്ലെ നമ്മളത് വെള്ളിയാഴ്ച നിസ്കരിക്കുന്ന ഫജ്ർ നിസ്കാരത്തിൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ അലിഫ് ലാം മീം സജദയാണ്, അത് 3 പേജുണ്ട്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാനാണ്, അത് കൂടി വന്നാൽ 1.5 പേജോ അല്ലെങ്കിൽ ഒന്നാമത്തെ പേജിൽ ഒരു 4 ആയത്തേ ഉള്ളൂ, 4 വരിയേ ഉള്ളൂ. അവസാന പേജിൽ ഒരു 6 വരിയേ ഉള്ളൂ. അതിന്റെ ഇടയിൽ വരുന്ന സാധാരണ 15 വരിയുള്ള ഒരു പേജാണ്. അപ്പൊ അതിന് നേരെ പകുതിയേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. നേരെ പകുതിയോ അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പമേ വരുന്നുള്ളൂ. എന്തായാലും ഒന്നാമത്തിൽ നിന്ന് ഒരുപാട് കുറവുണ്ട്. അത് നമ്മൾ എല്ലാ നിസ്കാരത്തിലും പിന്തുടരുക. എല്ലാ നിസ്കാരത്തിലും, അത് ളുഹറാകട്ടെ അസറാകട്ടെ, ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ 1 പേജ് ഓതിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ 1/2 പേജോ 3/4 പേജോ ഓതിയാൽ മതി. ആ രൂപത്തിൽ നമ്മൾ ചെയ്യുക. 2 റക്അത്തുകളിലും അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിന് ചില ഹിക്മത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്ന്, ഒന്നാമത്തെ റക്അത്തിൽ അല്പം ദൈർഘ്യത്തോടു കൂടി ഓതിയാൽ എല്ലാ ആളുകൾക്കും മുഴുവൻ റക്അത്തും ജമാഅത്ത് പൂർണ്ണമായി കിട്ടാനുള്ള കാരണമാകുന്നു. ഇപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ അല്പം 2 പേജ് ഓതിയാൽ കുറച്ച് വൈകി വരുന്ന ആളുകൾക്കും ആ റക്അത്ത് പൂർണ്ണമായി കിട്ടും, അവർക്ക് ജമാഅത്ത് പൂർണ്ണമായി ലഭിക്കും. ഇതാണ് ഇതിനൊരു കാരണമായി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ആ സൂറത്ത് ഓതി റുക്കൂലേക്ക് പോകാൻ നേരത്തെ ഒരാൾ വന്നപ്പോൾ ആ റുക്കൂ അല്പം ദൈർഘിപ്പിച്ചു. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് വാതിൽ തുറക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഇമാമ് നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ആ റുക്കൂ വേണമെങ്കിൽ കുറച്ച് 2-3 സുബ്ഹാന റബ്ബിയൽ അദീം അധികം ഓതിയിട്ട് അയാൾക്ക് ആ റുക്കൂ കിട്ടിക്കൊള്ളട്ടെ എന്ന് അയാൾക്ക് വിചാരിക്കാം. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആ രൂപത്തിൽ ചെയ്യാം. രണ്ടാമത്തേത്, ഒന്നാമത്തെ റക്അത്തിൽ പൊതുവെ കൂടുതൽ നശാത്ത് ഉണ്ടാകും, കൂടുതൽ ഉന്മേഷം ഉണ്ടാകും, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച പാടാണ്. അതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ ഓതുക എന്നുള്ളത് അതിനൊരു ഹിക്മത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റൊരു ഫായിദയായിട്ടുള്ളത് ഖിറാഅത്ത് ളുഹറിനും അസറിനും ഒക്കെ, പ്രത്യേകിച്ചും ളുഹറിനും ഹദീസിൽ വന്നിട്ടുണ്ട്, അത് അഹ്യാനൻ ഇടക്ക് അത് ഓത്ത് പുറത്തേക്ക് കേൾപ്പിക്കാം എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു
ഈ ഹദീസിൽ നിന്ന് വന്ന കാര്യം അന്നൽ മശ്റൂഅ ഖിറാഅത്തു സൂറത്തി ബഅദൽ ഫാത്തിഹ ഐ ഖിറാഅ സൂറ വലൈസ ഖിറാഅത ബഅദി സൂറ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം, അത് നിർബന്ധമായ കാര്യമല്ല, പക്ഷെ സുന്നത്തായിട്ടുള്ള കാര്യം ഒരു സൂറത്ത് ഓതുന്ന സമയത്ത് അത് പൂർണ്ണമായി ഓതുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീൽ ചര്യയിൽ അതാണ് ധാരാളമായിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിലൊക്കെ അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി കാണാൻ സാധിക്കും. വകാന മിൻ ഹദീഹി ഖിറാഅത്തു സൂറ കാമില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ അധികവും വന്നിട്ടുള്ളത് ഖുർആൻ അത് സൂറത്ത് പൂർണ്ണമായി ഓതുക എന്നുള്ളതാണ്. വറുബ്ബമാ ഖറഅഹ ഫി റക്അത്തൈൻ, ചിലപ്പോഴൊക്കെ 2 റക്അത്തിലാക്കിയിട്ട് സൂറത്ത് പൂർത്തിയാക്കിയത് വന്നിട്ടുണ്ട്. സൂറത്തു നജ്മൊക്കെ ആ രൂപത്തിൽ പാരായണം ചെയ്തിട്ടുണ്ട്. വറുബ്ബമാ ഖറഅ അവ്വല സൂറ വഅമ്മാ ഖിറാഅത്തു അവാഖിർ സൂറ വഅവാഖിർ സൂറ വഔസാതിഹ ഫലം യുഹ്ഫദ് അൻഹു, അതിൽ നിന്ന് ഖുർആനിന്റെ അവസാനം ഓതുക അല്ലെങ്കിൽ അതിന്റെ മധ്യത്തിൽ നിന്ന് ഓതുക ഫലം യുഹ്ഫദ് മിൻഹു, അതൊരിക്കലും തന്നെ അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. ആളുകൾ എപ്പോഴും ഖുർആനിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം മാത്രം ഇങ്ങനെ നിസ്കാരത്തിൽ ഓതുന്നു. അങ്ങനെ ജനങ്ങൾ വിചാരിക്കും അങ്ങനെയാണ് ഓതേണ്ടത് എന്ന് തോന്നിപ്പോകുമാറ് ആയിട്ടുണ്ട്. എപ്പോഴും ഏത് നിസ്കാരത്തിലായാലും ഒരു സൂറത്ത് പൂർണ്ണമായി ഓതാതെ അല്പം അവിടുന്നും ഇവിടുന്നും ഓതുന്ന ശൈലി വ്യാപകമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ഒരാൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് വലിയ തെറ്റ് എന്നല്ല, മറിച്ച് സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന സുന്നത്ത് നഷ്ടപ്പെടും എന്ന അവസ്ഥ വരും. പ്രത്യേകിച്ച് ഫർദ് നിസ്കാരത്തിൽ അങ്ങനെ പൂർണ്ണമായി ഓതാനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫായിദ, സുബ്ഹി നിസ്കാരത്തിൽ പ്രത്യേകിച്ചും ഖിറാഅത്ത് കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ്. അതിൽ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ കൂടുതൽ പാരായണം ചെയ്യണം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, അഖ്മിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആൻ അൽ ഫജ്ർ. അഖ്മിസ് സ്വലാ, നിങ്ങൾ നിസ്കാരത്തിൽ 5 നേരത്തെ നിസ്കാരത്തെ സമയം ഇതിലുണ്ട് എന്നാണ് തഫ്സീർ സഅദിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 5 നിസ്കാരത്തിന്റെ സമയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരായത്തിന്റെ അല്പഭാഗമാണ് അഖ്മിസ് സ്വലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. ലിദുലൂകി ശംസ്, ദുലൂകി ശംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ തലയുടെ മുകളിൽ നിന്നും പടിഞ്ഞാറേക്ക് തെറ്റുന്നതിനാണ് ദുലൂകു ശംസ് എന്ന് പറയുന്നത്. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും അത് പടിഞ്ഞാറേക്ക് തെറ്റുക എന്നുള്ളതാണ്. അത് തെറ്റിയാൽ 2 നിസ്കാരത്തിന്റെ സമയം വന്നു, ലുഹറിന്റെയും അസറിന്റെയും സമയം വന്നു. അല്ലെ, ജംഅ ചെയ്ത് നിസ്കരിക്കുന്ന ആണെങ്കിൽ പോലും സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റണം. ലുഹറിന്റെ സമയമായാൽ മാത്രമേ ലുഹറും അസറും നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. അതിന് രണ്ടിനും ഒരു വക്തിൽ ജംഅ ചെയ്യാം എന്നതിന് തെളിവും ഈ ആയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇല ഗസഖില്ലൈൽ, ഗസഖില്ലൈൽ എന്ന് പറഞ്ഞാൽ ഇരുട്ടുമൂടിയാലാണ് അഥവാ മഗ്രിബും ഇശാവും വരുന്നത്. രാത്രിയുള്ള 2 നിസ്കാരത്തെ കുറിച്ചിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇത് രണ്ടും ജംഅ ചെയ്യാൻ പറ്റിയ നിസ്കാരമാണ്. എന്നാൽ ഫജറിന് ജംഅ ചെയ്യാൻ പറ്റുകയില്ല. അല്ലാഹു തആല അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഖുർആൻ അൽ ഫജർ, ഖുർആൻ അൽ ഫജർ എന്ന വാക്കിൽ ഇത് 2 ഫായിദയുണ്ട്. ഒന്ന്, ഫജർ അത് ജംഅ ചെയ്യാൻ പറ്റുകയില്ല, അത് ഫജറിന്റെ സമയം വേറെ തന്നെയാണ്. 2, ഖുർആൻ അൽ ഫജർ എന്നാണ് പറഞ്ഞത്. അഥവാ അല്ലാതെ സലാത്ത് അൽ ഫജർ എന്ന് പറഞ്ഞിട്ടില്ല. അഥവാ സലാത്തിന് ഖുർആൻ എന്ന് തന്നെ ഉപയോഗിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിസ്കാരത്തിൽ ധാരാളമായി ഓതണം എന്നതുകൊണ്ടാണ്. ധാരാളമായി ഓതണം. അതുകൊണ്ട് സലാത്തുൽ ഫജർ എന്ന് പറയുന്നതിന് പകരം ഖുർആൻ അൽ ഫജർ എന്ന് തന്നെ പറഞ്ഞു. ആ നിസ്കാരത്തിൽ ഖുർആൻ ധാരാളമായി ഓതണം. നമ്മൾ നാട്ടിൽ പലപ്പോഴും പല സ്ഥലത്തും തീരെ ഇല്ലാത്തൊരു സുന്നത്താണ് ഫജറിന് ചെറിയ സൂറത്ത് ഏതെങ്കിലും ഓതി തീർക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ സുന്നത്തായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അൽഹംദുലില്ലാ നമ്മുടെ ഈ മസ്ജിദിലൊക്കെ പൊതുവെ നടന്നു വരാറുള്ളത് പോലെ അല്പം ദൈർഘ്യത്തോടുകൂടി ഓതുക എന്നത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഏത് വക്തിൽ, ഏത് നിസ്കാരത്തിലാണ്, ഏത് ദിവസമാണെങ്കിലും പൊതുവെ ഫജറിനാണ് അല്പം കൂടുതൽ ഓതേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത ഹദീസ്, അൻ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ഖാല سمعت رسول الله صلى الله عليه وسلم قرأ في المغرب بالطور. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നതായി ഞാൻ കേട്ടു. ഖറഅ ഫിൽ മഗ്രിബി ബിത്തൂർ, മഗ്രിബിന് സൂറത്തു തൂർ പാരായണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ മഗ്രിബിന് പാരായണം ചെയ്യാറുള്ളത് ഖിസാറുൽ മുഫസ്സലുകളിൽ നിന്നാണ്. മുഫസ്സൽ എന്ന് പറഞ്ഞാൽ ഖാഫ് മുതൽ ഇങ്ങോട്ടുള്ള സൂറത്തുകളാണ്. അതിൽ ഖാഫ് മുതൽ മുർസലാത്ത് വരെയുള്ള സൂറത്തിന് തിവാൽ എന്ന് പറയും, അല്ലെങ്കിൽ തുവാലുൽ മുഫസ്സൽ എന്ന് പറയും. പിന്നീട് ഔസാത്തുൽ മുഫസ്സൽ ഉണ്ട്, മുർസലാത്ത് മുതൽ ദുഹാ വരെയുള്ളത്. അതിനുശേഷമുള്ള നാസ് വരെയുള്ളതാണ് ഖിസാറുൽ മുഫസ്സൽ. പൊതുവെ മഗ്രിബിന് നമ്മൾ ഓതേണ്ടത് ഖിസാറുൽ മുഫസ്സലാണ്. അതാണ് പൊതുവെ വരുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എതിരായിട്ട് ചെയ്തിട്ടുണ്ട്. ആറാഫ് പാരായണം ചെയ്തിട്ടുണ്ട് മഗ്രിബിന്, വലിയ സൂറത്താണ്. ആറാഫ് മഗ്രിബിന് പാരായണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൂർ സൂറത്ത് ഓതിയിട്ടുണ്ട്. തൂർ എന്നുള്ള സൂറത്ത് അത്
ഓതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അതിനു മുമ്പ് ജുബൈർ ബിൻ മുത്ഇം ഇത് എവിടെ നിന്നാണ് കേട്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യം. അദ്ദേഹം ഇത് കേട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം മുശ്രിക്കായിരിക്കുന്ന സമയത്താണ് ഈ സൂറത്ത് തൂർ അദ്ദേഹം ആദ്യമായി കേൾക്കുന്നത് എന്നാണ്. അഥവാ ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ വിജയിക്കുകയുണ്ടായി. മുസ്ലിമീങ്ങളിൽ മുശ്രിക്കുകളിൽ 70ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. 70ഓളം ആളുകൾ അവർ പിടിക്കപ്പെടുകയും ചെയ്തു. അഥവാ അവർ യുദ്ധത്തിൽ നിന്നും തോറ്റാൽ ആ ആളുകളെ പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ 70ഓളം ആളുകളെ മക്ക മുശ്രിക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പിടിച്ചുകൊണ്ടുവന്നിരുന്നു. 70ഓളം ആൾ മരണപ്പെടുകയും ഉണ്ടായി. അങ്ങനെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഔദാര്യ കാരണത്താൽ ചില ആളുകൾ ഒന്നുമില്ലാതെ വെറുതെ വിട്ടു. അഥവാ യുദ്ധ തടവുകാരെ വെറുതെ വിടുകയുണ്ടായി. ചിലരെ മുസ്ലിമീങ്ങളായ തടവുകാർക്ക് പകരമായിട്ട് വിട്ടു. ചിലരെ സമ്പത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ യുദ്ധ തടവുകാരെ വിടുകയുണ്ടായി. ചില ആളുകളെ കിതാബത്ത് പഠിപ്പിക്കണം, എഴുത്തു പഠിപ്പിക്കണം, അങ്ങനെ ജോലി കൊടുത്ത് സഹാബത്തിന് കുറച്ച് ആളുകളൊക്കെ എഴുത്തു പഠിപ്പിക്കാൻ വിട്ട് അതിന് ഫലമായിട്ട് അവരെ യുദ്ധ തടവ് മോചനം കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇബ്നു മുത്തൈം റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ യുദ്ധ തടവുകാരെ മോചിപ്പിക്കണമെന്ന് സംസാരിക്കാൻ വന്ന ഒരു സഹാബിയായിരുന്നു. അന്ന് അദ്ദേഹം മുശ്രിക്കാണ്. അദ്ദേഹം അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം വരാനുള്ള കാരണം പറയുന്നത് വല്ലാഹു അലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ലൗ കാനൽ മുത്ഇം ബിൻ അദിയൻ ഹയ്യൻ സുമ്മ കല്ലമനി ഫി ഹൗലഇ നത്ന ലതറക്തുഹും ലഹു. ഇദ്ദേഹത്തിന്റെ വാപ്പയായ ജുബൈർ ബിൻ മുത്ഇമിന്റെ വാപ്പയായ അൽ മുത്ഇം ഇബ്നു അദിയൻ അദ്ദേഹം ജീവനോടെ ഉണ്ടാവുകയും ഈ നത്നകളുടെ, നത്ന എന്ന് പറഞ്ഞാൽ നജസുകൾ എന്നാണ് അർത്ഥം. ആ പിടിച്ചുകൊണ്ടുവന്ന മുശ്രിക്കുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. ഈ നജസുകൾക്ക് വേണ്ടി അയാൾ എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ലതറക്തുഹും ലഹു, അവർക്ക് വേണ്ടി അദ്ദേഹത്തിന് ഞാൻ ഇവരെ വിട്ടുകൊടുക്കുമായിരുന്നു. ഒരുപക്ഷെ അത് കേട്ടത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ മകനായ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു അവിടെ വരാനും അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാനും ഒക്കെ കാരണമായത് എന്ന് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ പറയുന്നു. വല്ലാഹു അലം. അങ്ങനെ അദ്ദേഹം വരുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ നിന്ന് സൂറത്ത് തൂർ പാരായണം ചെയ്യുകയാണ്. അതിൽ നിന്ന് അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ കേട്ടപ്പോൾ അത് അവർ അല്ലാഹു തആലയിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അവർ കേട്ടു അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അവർ പറയുകയാണ് അവർ ഒന്നിൽ നിന്നല്ലാതെ സ്വന്തമായി പടക്കപ്പെട്ടതാണോ, അതല്ല അം ഹുമുൽ ഖാലിഖൂൻ, അവരാണോ ഇതിനെല്ലാം പടച്ച് നിയന്ത്രിക്കുന്നത് എന്ന് അല്ലാഹു തആല ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈമാൻ എൻ്റെ ഖൽബ് അത് ആകാശത്തേക്ക് പറന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ഈ ഹൃദയത്തിലേക്ക് ഈമാൻ ആദ്യമായി പ്രവേശിച്ചത് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോഴാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഖുർആനിന് അത്രയും വലിയ സ്വാധീനമുണ്ട്. മുശ്രിക്കുകളായ ആളുകൾക്ക് ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും വലുത് അവരുടെ വേദങ്ങളിൽ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊന്നല്ല, മറിച്ച് ഖുർആനിന്റെ ആശയങ്ങൾ, കാര്യങ്ങൾ അത് കൃത്യമായ രൂപത്തിൽ വിശദീകരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നന്നായി ഒരാൾക്ക് സംസാരിക്കാൻ സാധിച്ചാൽ അത് തന്നെ ഏറ്റവും മതിയായ കാര്യമാണ്. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം സൂറത്ത് തൂർ കേട്ടിട്ടുണ്ടാവുക. കാരണം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ഈ സൂറത്താണ് കേട്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞു ബിത്തൂർ, ഇവിടെയും ശ്രദ്ധിക്കണം, ബിത്തൂർ എന്ന് പറഞ്ഞാൽ ആ ബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷയിൽ ഇസ്തിആബ് എന്നാണ് പറയുക. അഥവാ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നാണ് അർത്ഥം. അഥവാ സൂറത്ത് തൂർ അത് മുഴുവനായി ഓതിയിട്ടുണ്ട്. മഗ്രിബിൽ മുഴുവനായി ഓതി, 2 റക്അത്തിൽ മുഴുവനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമാണ് എന്നുള്ളതാണ്. ഏതുപോലെ വൽയത്തവഫു ബിബൈത്തിൽ അതീഖ്, വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ് എന്ന് ബൈത്തുൽ അതീഖ് അഥവാ കഅബയെ തവാഫ് ചെയ്യാൻ അല്ലാഹു തആല പറഞ്ഞു. അവിടെയും പൂർണ്ണമായി ചെയ്യണമെന്നാണ്. അത് പൂർണ്ണമായി ചെയ്താൽ മാത്രമേ തവാഫായി പരിഗണിക്കുകയുള്ളൂ. ആ ബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തല തടവുക എന്ന് പറഞ്ഞാൽ ആ ബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായി തടവണം, മുൻഭാഗത്ത് തടവിയാൽ പോരാ. അപ്പൊ ആ ബാ കൊണ്ട് ഉദ്ദേശിക്കുന്ന സൂറത്ത് പൂർണ്ണമായി പാരായണം ചെയ്തു എന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിൽ സൂറത്ത് തൂർ അത് പാരായണം ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു ചോദ്യം, സൂറത്ത് തൂർ അങ്ങനെ ഇടക്കിടക്ക് മഗ്രിബിൽ പാരായണം ചെയ്യുന്നത് സുന്നത്താണോ? പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം അത് പതിവായി ചെയ്താലാണ് ആ സമയത്ത് അത് ചെയ്യുക എന്നുള്ളത്, പതിവായി ചെയ്യുക എന്നുള്ളത് സുന്നത്താവുകയുള്ളൂ. വല്ലപ്പോഴും മാത്രം ചെയ്ത കാര്യം അത് വല്ലപ്പോഴും മാത്രമേ ചെയ്യാവൂ. അത് തന്നെ സൂറത്ത് തൂർ മഗ്രിബിന് ഓതൽ ഒരു സുന്നത്ത് എന്ന രൂപത്തിൽ പറയാൻ പാടില്ല. മറിച്ച് തുവാലുൽ മുഫസ്സലിൽപ്പെട്ട അഥവാ ഖാഫ് തൊട്ട് താഴെയുള്ള വലിയ സൂറത്തുകൾ, അമ്മ വരെ എത്തുന്നതിനിടയിലുള്ള വലിയ സൂറത്തുകൾ അത് മഗ്രിബിനും പാരായണം ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനമാണ്. അതാണ് അതിൽ നിന്നും തെളിവാക്കേണ്ടത്. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ തൂറോ അല്ലെങ്കിൽ ഖാഫോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള തുവാലുൽ മുഫസ്സലുകൾ വല്ലപ്പോഴും മഗ്രിബിൽ 2 റക്അത്തിലോ മറ്റോ ആയി പാരായണം ചെയ്യുക എന്നുള്ളത് അത്
സുന്നത്താണ്, അങ്ങനെ ചെയ്യാം. അതല്ലാതെ സൂറത്ത് തൂർ ഉദ്ദേശിച്ച് അങ്ങനെ ഒരു സുന്നത്ത്, അങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സൂറത്ത് തൂർ ഓതുക എന്ന രൂപം ആവശ്യമില്ല. മറിച്ച് അസിൽ അത് ഖിസാറുൽ മുഫസ്സൽ പാരായണം ചെയ്യലാണ്. അഥവാ ദുഹ തൊട്ട് താഴെ വരെ നാസ് വരെയുള്ള സൂറത്താണ് മഗ്രിബിന് പാരായണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് عن البراء بن عازب رضي الله عنه قال كان رسول الله صلى الله عليه وسلم في سفر فصلى العشاء الآخرة فقرأ في إحدى الركعتين بالتين والزيتون فما سمعت أحدا أحسن صوتا أو قراءة منه. البراء بن عازب رضي الله عنه പറയുകയാണ്, كان رسول الله صلى الله عليه وسلم في سفر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്രയിലായിരുന്നു. അത് ഏത് യാത്രയാണ് എന്ന് നമുക്കറിയില്ല. ആ യാത്ര ഇന്നതാണ് എന്ന് അറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫായിദയുമില്ല. മറിച്ച് യാത്രയാണ് എന്നറിയുന്നതിൽ ചില ഫായിദയുണ്ട്. ഫസല്ല അൽ ഇശാ അൽ ആഖിറ. അങ്ങനെ അൽ ഇശാ അൽ ആഖിറ, എന്താണ് അൽ ഇശാ അൽ ആഖിറ എന്ന് പറഞ്ഞത്? ഇശ രണ്ടുണ്ടോ? രണ്ടായി പറയാറുണ്ട്. അൽ ഇശാ അൽ ഊല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അൽ ഇശാ അൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഗ്രിബാണ്, ഒന്നാമത്തെ ഇശ. രണ്ടാമത്തെ ഇശ അൽ ആഖിറ, അവസാനത്തേത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇശയാണ്. അപ്പം മഗ്രിബ് അല്ല, ഇശ തന്നെയാണ് എന്ന് വ്യക്തമാകാനാണ് അദ്ദേഹം അൽ ഇശാ അൽ ആഖിറ എന്ന് പ്രത്യേകം പറഞ്ഞത്. അത് അങ്ങനെ ഒരു ചിന്ത വേണ്ട, മഗ്രിബ് ആകാൻ സാധ്യതയുണ്ട് എന്നൊരു മുഹ്തമലായി വെക്കണ്ട. അൽ ഇശാ അൽ ആഖിറ എന്ന് പറഞ്ഞാൽ അത് ഇശാ നിസ്കാരം തന്നെയാണ് എന്ന് ഉറപ്പിക്കാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫഖറ ഫി ഇഹ്ദ റകഅതൈനി ബിത്തീൻ വസ്സൈതൂൻ. അങ്ങനെ സൂറത്തു തീൻ വത്തീൻ വസ്സൈതൂൻ എന്നുള്ള സൂറത്ത് ഓതുകയുണ്ടായി. ഏതോ ഒരു റക്അത്തിൽ, ഒന്നുകിൽ ഒന്നാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ അത് ഓതുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫമാ സമിഅതു അഹദൻ, ഞാൻ ഒരാളെയും കേട്ടിട്ടില്ല, അഹ്സന സൗതൻ ഔ ഖിറാഅതൻ മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും നല്ല മധുരമായ ശബ്ദം അല്ലെങ്കിൽ അത്രയും നല്ല ഖിറാഅത്തുള്ള ഒരാളുടെ ഖിറാഅത്ത് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. ഇവിടെയും ബിത്തീനി വസ്സൈതൂൻ നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച ബാ ആണ്, അഥവാ പൂർണ്ണമായി വത്തീനി വസ്സൈതൂൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി ഓതി എന്നിതിൽ നിന്നും കിട്ടും. ഇതൊന്നും പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ ഇശായിൽ നിസ്കരിച്ചിരുന്നത് ബി ഔസാത്തിൽ മുഫസ്സൽ കൊണ്ടാണ്. അഥവാ മുർസലാത്ത് മുതൽ ദുഹ വരെയുള്ള, അഥവാ അമ്മ സൂറത്ത്, അതുപോലെ തന്നെ അതിനുശേഷമുള്ള നാസിആത്ത്, അബസ, വല്ലൈലി, ഇതൊക്കെ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ നിസ്കരിച്ചിരുന്നത്. നമുക്കറിയാം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദീർഘമായി നിസ്കരിച്ച് പ്രയാസപ്പെടുത്തിയപ്പോൾ ചോദിച്ചില്ലേ, ഫലൗലാ സല്ലൈത ബിസബ്ബിസ്മ റബ്ബിക്, നിനക്ക് സബ്ബിസ്മ റബ്ബിക അത് ഓതി നിസ്കരിച്ചാൽ മതിയായിരുന്നില്ലേ? വശംസി വളുഹാഹ അല്ലെങ്കിൽ വശംസി വളുഹക ഓതിയാൽ മതിയായിരുന്നില്ലേ? വല്ലൈലി ഇദാ യഗ്ഷ അല്ലെങ്കിൽ വല്ലൈലി ഇദാ യഗ്ഷ ഓതിയാൽ മതിയായിരുന്നില്ലേ? ഫഇന്നഹു യുസല്ലി വറാഅകൽ കബീർ വദ്ദഈഫ് വദുൽ ഹാജ, കാരണം നിന്റെ പിറകിൽ വയസ്സായ ആളുകളുണ്ട്, ദുർബലരായ ആളുകളുണ്ട്, ആവശ്യക്കാർ, പെട്ടെന്ന് ആവശ്യം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വേറെ ആവശ്യത്തിന് പോകേണ്ട ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ നിനക്ക് ഇത് ഓതി നിസ്കരിച്ചാൽ മതിയായിരുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വക്തിൽ പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത് ഇശാഇന് അതാണ്. എന്നാൽ വല്ലപ്പോഴും ഒരാൾ ഏതെങ്കിലുമൊക്കെ സൂറത്ത് മാറ്റി ഓതി എന്ന് വിചാരിക്കുക, അത് തെറ്റുള്ളൊരു കാര്യമല്ല. വല്ലപ്പോഴും അങ്ങനെ ഓതുക എന്നുള്ളത് തെറ്റുള്ളൊരു കാര്യമല്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇശാക്ക് ഓതുന്ന ഇശാക്ക് ഇവിടെ എന്തുകൊണ്ട് വത്തീൻ വസ്സൈതൂൻ ഓതി? അത് പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലായിരുന്നു, ഫി സഫർ, യാത്രയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാത്രയിലുള്ള പൊതുവെയുള്ള അസ്ൽ എന്ന് പറയുന്നത് എല്ലാം തഖ്ഫീഫാണ്, ചുരുക്കുക എന്നുള്ളതാണ്. അല്ലെ, 4 റക്അത്തുള്ള നിസ്കാരം എന്തായാലും 2 റക്അത്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ടാവുക, കാരണം യാത്രയിലാണ്. അപ്പൊ ആ 2 റക്അത്തിൽ വലിയ 4 റക്അത്തിനേക്കാളും കൂടുതൽ ഓതുക എന്നുള്ളതല്ല അവിടെ സുന്നത്ത്. മറിച്ച് യാത്രയിൽ ഫജ്ർ ആണെങ്കിൽ പോലും പണ്ഡിതന്മാർ പറയുന്നു അവിടെ സുന്നത്ത് ചെറിയ സൂറത്ത് ഓതുക എന്നുള്ളതാണ്. യാത്രയിലെ ഫജ്റിന് നമ്മൾ തുവാലുൽ മുഫസ്സൽ ഓതണം എന്നില്ല, മറിച്ച് ചെറിയ സൂറത്ത് ഓതാം. നമ്മൾ യാത്രയിൽ എവിടെയെങ്കിലൊക്കെ ഹോട്ടൽ റൂമിലോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ജമാഅത്തായി മസ്ജിദിൽ കിട്ടാതെ നമ്മൾ വേറെ തന്നെ ജമാഅത്തായി നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ചെറിയ സൂറത്ത് ഓതിയാൽ മതി എന്നാണ്. അത് ഇശായിനാകട്ടെ ഏത് നിസ്കാരത്തിനാകട്ടെ യാത്രയിൽ പൊതുവെ തഖ്ഫീഫാണ്. കാരണം നമുക്ക് അവിടെ റവാത്തിബ് സുന്നത്ത് പോലും ഒഴിവാക്കാം, യാത്രയിൽ റവാത്തിബ് സുന്നത്ത് പോലും ഒഴിവാക്കാം. അതുകൊണ്ട് യാത്രയിലായതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിൽ നിന്നും വ്യത്യസ്തമായി വത്തീനി വസ്സൈതൂൻ ഓതിയത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഹുസ്നു സൗത്തും ഹുസ്നുൽ ഖിറാഅയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല ശബ്ദവും ഏറ്റവും നല്ല പാരായണവുമായിരുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനിന് വേണ്ടി ശബ്ദം നന്നാക്കുക എന്നുള്ളത് വളരെ സുന്നത്തായ കാര്യമാണ്. ഖുർആനിന് വേണ്ടി നല്ല ഖിറാഅത്ത് നന്നാക്കുക, നല്ല ശബ്ദം നന്നാക്കുക, തജ്വീദ് നന്നാക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ പ്രകൃതിയാ തന്നെ അല്ലാഹു തആല ഏറ്റവും നല്ല ശബ്ദമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ നിന്ന് ഏറ്റവും നല്ല ഭംഗിയുള്ളയാൾ, ഏറ്റവും നല്ല ശരീരഘടന, എല്ലാ രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ശരീരഘടനയും
ഒന്നും തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വവും ഉണ്ടായിട്ടിരുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ ശബ്ദവും അങ്ങനെയായിരുന്നു. ഏറ്റവും മനോഹരമായ ശബ്ദമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അത് വളരെ നമുക്കറിയാവുന്നതുപോലെ തന്നെ നല്ല ശബ്ദമുള്ള, നല്ല ഖിറാഅത്ത്, നല്ല തജ്വീദ് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായി നമുക്ക് ഖുർആനെ കുറിച്ച് നന്നായി ചിന്തിക്കാനും നല്ല താല്പര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇമാമ് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയെങ്കിലൊക്കെ ഖുർആൻ ഒന്ന് പൂർത്തിയാക്കി, എങ്ങനെയെങ്കിലൊക്കെ ഈ പേജ് നിസ്കരിച്ചാൽ മതി എന്ന് തോന്നുന്ന രൂപത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ഓതിയാൽ പോരാ. മറിച്ച് ആളുകൾക്ക് തഅ്സീർ ഉണ്ടാക്കുന്ന രൂപത്തിൽ, നന്നായി ആളുകൾക്ക് സ്വാധീനം ഉണ്ടാക്കുന്ന രൂപത്തിൽ വളരെ നന്നാക്കി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഒരുപക്ഷെ ഒരു വ്യക്തി ചോദിച്ചേക്കാം, ലൗ അഹ്സന സൗത്ത്, ഞാൻ എൻ്റെ ശബ്ദം നന്നാക്കി, അഫല യുഖ്ഷ അൻ യകൂന റിയാഅൻ, അതൊരു റിയാ ആകാൻ സാധ്യതയില്ലേ, അതൊരു ലോകമാന്യമാകാൻ സാധ്യതയില്ലേ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള വസ്വാസ് ഒരാൾ മനസ്സിൽ കൊണ്ടുവന്നാൽ എല്ലാ ഇബാദത്തും അങ്ങനെ ആയിത്തീരും. ഞാൻ മസ്ജിദിലിരുന്ന് ഒന്ന് ഖുർആൻ ഓതുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തൊക്കെ റിയാ ആകില്ല, റിയാ, ഇതൊരു വസ്വാസം, നമ്മൾ അതിന് ചെവി കൊടുക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ നീയത്ത് നന്നാക്കുക. ഒരിക്കലും തന്നെ ആളുകൾ എന്നെ പുകഴ്ത്തണം, ആളുകൾ ഇത് കേട്ടിട്ട് നല്ല ഖിറാഅത്താണ് എന്ന് രണ്ടാൾ പുകഴ്ത്തണം എന്ന നീയത്ത് വെക്കാതിരിക്കുക. മറിച്ച് ഞാൻ നന്നായി ഓതിയാൽ ആളുകൾക്ക് കൂടുതൽ നിസ്കാരത്തിൽ ഖുശൂവും ചിന്തയും ഖുർആനിന്റെ ചില ഖിറാഅത്തുകളുടെ കാര്യങ്ങളുടെ ഖിറാഅത്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്വാധീനമുണ്ടാകും. കാരണം ആ വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അത് ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖാണ്. അവരുടെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കാനൊക്കെ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഖുശൂ ഒക്കെ ലഭിക്കും. അപ്പൊ ആ നീയത്ത് വെക്കുക. ആളുകൾക്ക് നിസ്കാരം നന്നാക്കി കൊടുക്കണം, അവർക്കും എന്റെയും ഒക്കെ നിസ്കാരം അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടാൻ സാധിക്കണം. അതല്ലാതെ ആളുകൾ ഞാൻ വലിയ കാര്യമാണ്, എന്റെ ഖിറാഅത്ത് കേട്ടിട്ട് 4 ആളുകൾ പറയണം, ഓ എന്താ ഖിറാഅത്ത്, എந்த രൂപത്തിൽ നീയത്ത് വെക്കാതിരിക്കുക. അതല്ലാതെ റിയാന്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഖിറാഅത്ത് നന്നാക്കാതെ എങ്ങനെയെങ്കിലൊക്കെ ഓതുക, ആളുകൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ വിചാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഓതുക, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. എന്താണ് ഇതിന് തെളിവ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എത്തുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം രാത്രി പാരായണം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്നിട്ട് രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ മൂസ ഇസ്തമഅതു ഖിറാഅത്തൽ ലൈല, ഞാൻ രാത്രി നിന്റെ ഖിറാഅത്ത് കേട്ടിരുന്നു. ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാനിരി ആലി ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന് കൊടുത്ത നല്ല ശബ്ദം. മിസ്മാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഗീത ഉപകരണം എന്നാണ്. പക്ഷെ അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാവൂദ് അലൈഹിസ്സലാം നന്നായി ഖിറാഅത്ത് ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ അതേപോലെയുള്ള നല്ല ഖിറാഅത്താണല്ലോ താങ്കൾക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ അലിംതു മക്കാനക ലഹബ്ബർതു ലക തഹ്ബീറ, ഞാൻ താങ്കൾ പുറകിലുണ്ട് എന്ന് അറിയുമായിരുന്നെങ്കിൽ എന്റെ ശബ്ദം ഞാൻ നന്നാക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. കാരണം അവിടെ ഒരാൾ ഉണ്ടാകുമ്പോൾ അവിടെ ശബ്ദം നന്നാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ പുകഴ്ത്തണം എന്നത് വേണ്ടിയിട്ടല്ല. കാരണം അവിടെ റസൂലാണുള്ളത്. അപ്പൊ എന്റെ ഖിറാഅത്ത് എങ്ങാനും മോശമായി പോയാലോ, ഞാൻ നല്ല ഖിറാഅത്ത് കാണിക്കണം, നന്നായിട്ട് ഓതണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതല്ലാതെ അവിടെ റിയാ എന്നുള്ള ഭയം നമുക്ക് വേണ്ടതില്ല. അവിടെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക, ആളുകൾ എന്നെ പുകഴ്ത്തണം, എന്റെ ഖിറാഅത്ത് കേട്ട 2 ആളുകൾ പറയണം എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതൊരു ഇബാദത്തിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മറിച്ച് ഞാൻ നന്നാക്കി ഓതിയാൽ ജനങ്ങൾക്ക് ഖുർആനിനോട് നല്ല ഇഷ്ടമുണ്ടാകും, നിസ്കാരത്തോട് നല്ല താല്പര്യമുണ്ടാകും, അവർക്കും അങ്ങനെ ഖിറാഅത്ത് പഠിക്കണം താല്പര്യം ഉണ്ടാകും. ആ രൂപത്തിൽ ഞാൻ ഖുർആൻ അത് നന്നാക്കി ഓതിയാൽ അത് നന്നാകും. പിന്നീട് ചോദിക്കുന്നത് അങ്ങനെ ഖുറാഅുകളുടെ കാരികളുടെ ഖിറാഅത്തൊക്കെ തഖ്ലീദ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവിടെയും അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് നല്ല ശബ്ദവും നല്ല തജ്വീദും ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു കാരിയെ കേട്ടിട്ട് അതുപോലെ, അതല്ലാതെ നീ വേറൊന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല, അവിടെ നിന്ന് റിയാ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അയാളുടെ നല്ല തജ്വീദും അയാൾ ഉപയോഗിക്കുന്ന നല്ല ശബ്ദവും അതുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ അങ്ങനെ നീ പാരായണം ചെയ്യുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല. അതല്ലാത്ത നിലക്ക് നമ്മൾ ഖുർആനിനെ അങ്ങനെ തഖ്ലീദ് ചെയ്യുക എന്നുള്ളത് പണ്ഡിതന്മാർ പൊതുവെ അത് അഥവാ അങ്ങനെ ശബ്ദം അനുകരിക്കുക, ഒരു മിമിക്രി പോലെ ഇന്ന കാരി അങ്ങനെ ഓരോ കാര്യത്തിന് ഓരോ കാരി, അങ്ങനെ അത് പൊതുവെ പണ്ഡിതന്മാർ അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. പല പണ്ഡിതന്മാരും അത് ആക്ഷേപിച്ചിട്ടുണ്ട്. മറിച്ച് നല്ല തജ്വീദ്, നല്ല കാര്യങ്ങൾ ഉണ്ടാകും, നല്ല തജ്വീദിന് പ്രാധാന്യം കൊടുക്കുന്നു, അവരെ ഖിറാഅത്ത് കിട്ടും, അതുപോലെ നീ പാരായണം ചെയ്യുകയാണെങ്കിൽ, അതുകൊണ്ട് ഖൈർ മസ്ലഹത്തിന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഖിറാഅത്ത് നന്നാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പല കുട്ടികളും അത് ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഹിഫ്ളാക്കി പോകുക എന്നുള്ളത് അങ്ങനെ മാത്രമാകും. അതിന് ഏറ്റവും സഹായിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് നല്ല തജ്വീദുള്ള കാരികളുടെ ഖിറാഅത്ത് എപ്പോഴും കേൾക്കുക, തജ്വീദിന് പ്രാധാന്യം കൊടുക്കുന്നത്. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത് ഷെയ്ഖ് അബ്ദുസ്സലാം ഷുഐർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പ്രത്യേകം താക്കീത് ചെയ്യുന്നുണ്ട്, ഇന്ന് ചില ആളുകൾ ഖുർആൻ നന്നാക്കുക എന്ന പേരിൽ ചെയ്യുന്നത് സംഗീതം പോലെയുള്ള രൂപത്തിലുള്ള ഖിറാഅത്തുകൾ പഠിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ ചില ബിദ്അത്തുകൾ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാരത് ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മഖാമാത്തുകൾ, ചില പ്രത്യേക സംഗീതത്തിൽ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ചില മഖാമാത്തുകൾ, ഇന്ന ട്യൂൺ, ഇന്ന രീതി എന്നൊക്കെ പറഞ്ഞിട്ട് സംഗീതത്തിന്റെ പല രീതികളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പക്ഷെ പണ്ഡിതന്മാർ പൊതുവെ ആ രൂപത്തിൽ സംഗീതാത്മകമായ രൂപത്തിലുള്ള ഖിറാഅത്തുകൾ, ചില ആളുകൾ അത് അത്തരത്തിൽ മാത്രം ഖിറാഅത്ത് കേൾക്കുന്നുണ്ടാകും. അത് ശ്രദ്ധിക്കണം. ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു സംഗീത ആസ്വാദനത്തിന്റെ പകരമല്ല. ചില ഖിറാഅത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ യൂട്യൂബിലും മറ്റുമൊക്കെ പല സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഖിറാഅത്തായി ഷെയർ ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഇടയിൽ വലിയ ഹമ്മിങ്ങുകൾ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ള മ്യൂസിക്കിന്റെ ശബ്ദങ്ങൾ കൊടുത്തുകൊണ്ട് എന്നിട്ട് ഖുർആൻ കേൾക്കുക. ഇതൊരിക്കലും പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുർആന്റെ അതുകൊണ്ട് നന്നാക്കുക എന്നുള്ളത് ഇതല്ല, സംഗീത രൂപത്തിലാക്കുക എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ അങ്ങനെ പല രൂപത്തിൽ ഇതൊന്നും ഒരിക്കലും സഹാബത്തോ അല്ലെങ്കിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരോ ശേഷമുള്ള പണ്ഡിതന്മാരോ ചെയ്യുന്നതോ അംഗീകരിക്കുന്നതോ കാര്യമല്ല. മറിച്ച് പണ്ഡിതന്മാർ ശക്തമായി എതിർത്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന സമയത്ത്, ഖിറാഅത്ത് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ സംഗീതാത്മകമായ രൂപത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കുക, അങ്ങനെ മാത്രം ചെയ്യുക. നല്ല തജ്വീദുള്ള കാര്യങ്ങളും ഖുറാനുകളൊന്നും വേണ്ട. അത് ശരിയായ കാര്യമല്ല. മറിച്ച് ഖുർആൻ നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് അതിന്റെ തജ്വീദ് നന്നാക്കുക എന്നുള്ളതാണ്. ആ തജ്വീദ് നന്നാകുമ്പോൾ തന്നെ ഖിറാഅത്ത് വളരെ നന്നാകും, ഒരുപാട് മാറ്റമുണ്ടാകും. അതിന്റെ ഹർഫുകളൊക്കെ അറബികൾ ഓതുന്നത് പോലെ പാരായണം ചെയ്താൽ വളരെയധികം മാറ്റമുണ്ടാകും. അതോടൊപ്പം നല്ല രീതിയും നല്ല ട്യൂൺ അതിൽ സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. അതല്ലാത്ത സംഗീതാത്മക രൂപത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. സംഗീതം പോലെ പാടിയും അഭിനയിച്ചിട്ടും അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ സംഗീതം പോലെ രൂപത്തിൽ ഖുർആനിനെ പാരായണം ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങനെ തകല്ലുഫ് കൊണ്ട്, അങ്ങനെ അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ സ്വയം അടിച്ചേൽപ്പിച്ച രൂപത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ആ രൂപത്തിൽ കേൾക്കരുത്. പരമാവധി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നല്ല അഖീദയിലും നല്ല മൻഹജിലൊക്കെ ഉള്ള നല്ല കാര്യങ്ങളെ കേൾക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.